ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ കയറുകയാണ്. അപ്പോൾ ഇന്നത്തെ ഫുഡ് കുക്ക് ചെയ്യണം. ഇന്ന് ബീഫാണ് ഞാൻ വാങ്ങിയത്. മുന്നേ വാങ്ങിയത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വയ്ക്കാൻ പോവുകയാണ്. അതും പിന്നെ കുറച്ച് ചോറ്, ഞാൻ കുറച്ച് ദിവസമായിട്ട് ചോറ് കഴിപ്പില്ല. ഇന്ന് കുറച്ച് ചോറും ഇവിടെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്കിൽ നമുക്ക് കുക്ക് ചെയ്താലോ. ഇന്ന് ഞാൻ ഇതിലിടുന്നത് ഉള്ളി, ചെറിയ ഉള്ളിയാണ്. പിന്നെ ഒരു ചെറിയ സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, പിന്നെ തക്കാളി ഇടുമെന്ന് അറിഞ്ഞില്ല. നോർമലി ഒരു തക്കാളിയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഇത്രയും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പം ബീഫ് ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നുണ്ട്, നല്ല ഐസായിരുന്നു. അപ്പം കുറച്ച് വെള്ളമൊഴിച്ച് ചൂടാക്കി, അപ്പോൾ തണുപ്പ് മാറാൻ വേണ്ടി ഇത് ഇനി നമുക്ക് വേവിക്കാൻ ഇടണം. വേവിക്കാൻ ഇട്ടിട്ട് ഉള്ളിയൊക്കെ ക്ലീൻ ചെയ്യാം. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് എണ്ണ ഒഴിക്കണം. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തു. ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അതിന് ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞ് ഉള്ളി അരിഞ്ഞിട്ട് ഇടാം. ചെറിയ ഉള്ളി, സവാള ഞാൻ എടുത്തില്ല, ചെറിയ ഉള്ളി തന്നെ ഇടാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് ഒരുപാട് ചെറുതാക്കിയിട്ടില്ല. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് വരും എന്നാണ് പറച്ചിൽ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിടാതെ ഒന്ന് വേകട്ടെ. ഇവിടെ ബീഫ് ഞാൻ വേവിക്കായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല ഇതിൽ. കറിയിലോട്ടിടും, ഇതിലോട്ടിടും മഞ്ഞൾപ്പൊടി. ഉള്ളി വഴണ്ട് വരുന്നുണ്ട്, ബീഫിൻ്റെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഉള്ളി വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ മസാലകളൊക്കെ ചേർക്കാം, പൊടികളൊക്കെ ചേർക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഞാൻ മഞ്ഞൾപ്പൊടി ബീഫിലാണിട്ട് വേവിക്കേണ്ടത്, ഞാൻ മറന്നുപോയി ആദ്യം. മഞ്ഞൾപ്പൊടി ചെറുതായിട്ട് ഇറക്കി കൊടുക്കുക. ക്യാമറമാൻ ഞാനാണ്, അതാണ് ഈ ചെറിയ ഡിസ്റ്റർബൻസ്. വേറെ വീഡിയോ എടുക്കാൻ വേണ്ടി ആരെ ആക്കിയിട്ടില്ല. പിന്നെ അടുത്ത് മുളക് പൊടി കുറച്ച് എൻ്റെ ഒരു കണക്കിന് കൂടുതലിടാം. ഒരു 4-5 സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ, എരിക്ക് കുറച്ച് വേണ്ടി. എരി ഇട്ട് കൂടുതൽ വേണ്ടി ഓരോരുത്തരെ കണക്കിന് നമുക്കിടാം. വേണമെങ്കിൽ നമുക്ക് എരിവുള്ള മുളക് പൊടിയും പിന്നെ കാശ്മീരി പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കളറും കൂടെ കിട്ടും. ഇതിപ്പോൾ എരിവുള്ളതാണ് ഇട്ടിട്ടുള്ളത്, വറ്റൽ മുളക് പൊടി. പിന്നെ ഇട്ട് കഴിഞ്ഞിട്ട് അത് നമുക്ക് മല്ലിപ്പൊടി കുറച്ചിടാം. മല്ലിപ്പൊടി കുറച്ച് മതി. അത് നന്നായിട്ട് ഇളകി കൊടുക്കുക. പച്ചമണം മാറി വരുമ്പോൾ വെള്ളത്തൊക്കെ കുറച്ച് നേരം ഇളക്കിയിട്ട് എന്നിട്ട് നമുക്ക് മസാല ചേർക്കാം. ഗരം മസാലയാണ്. ഗരം മസാല ആവശ്യത്തിന് കുറച്ചിട്ടാൽ മതി, ഒരുപാട് ഇട്ട് കഴിഞ്ഞാലും. 2 സ്പൂൺ കണക്കാക്കി ഇട്ടിട്ടുണ്ട്. പൊടികളെല്ലാം ആയി, അതൊന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി ഇനി നമുക്ക് ബീഫ് ഇതിലോട്ട് ഇടാം. ബീഫ് കുറച്ച് വേവിച്ചത് ഇതിലോട്ട് ഞാൻ മാറ്റി. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്താ കുറച്ച് വേവിച്ച് കുക്കറിലിട്ട് വേവിച്ചാലും മതി, ഇല്ലെങ്കിൽ സെപ്പറേറ്റ് വേവിച്ചാലും മതി. കുറച്ച് നേരം വേണം. എന്നിട്ട് ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അധികം ഇതിലിട്ട് വേവിക്കേണ്ടി വരത്തില്ല. വെറുതെ കുക്കറിലിടുന്നതായിരിക്കും നല്ലത്. ഞാൻ കുക്കറിലിട്ടില്ല, അത് ചോറിടാൻ കണക്കിന്. അതുകൊണ്ടാണ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നു. ഞാൻ വെള്ളം കുറച്ച് ഇരിപ്പുണ്ട്, വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കും. ഫ്രൈ ആക്കി എടുക്കാം നമുക്ക്. ഇതിപ്പം നല്ല വരണ്ടാനിരിക്കണം. കുറേശ്ശെ വെള്ളം കൂടെ ഒഴിച്ച് വേകണമല്ലോ കുറച്ചും കൂടെ. അതും കൂടെ കണക്കാക്കി കുറച്ച് വെള്ളം ഒഴിക്കാം. അത്രയും
കുറച്ചേ ഉള്ളത് അതുകൊണ്ട് ഒഴിച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം. ഉപ്പ് നോക്കിക്കോളണം കണക്കിന്. ഞാൻ നേരത്തെ കുറച്ച് ഇട്ടായിരുന്നു. ഇങ്ങനെ ബീഫിൻ്റെ ആ അത് വെന്തിട്ട് ബാക്കി വെച്ചിരുന്ന വെള്ളം കൂടെ ഒഴിച്ച് എല്ലാം നമ്മൾ ഇനി വറ്റി വരണം. കുറച്ചും കൂടെ വേകാനുണ്ട്. അപ്പോൾ നമുക്കിനി ചോറ് അടുപ്പത്തിടാം. കുറച്ച് ഞാൻ ബസ്മതി റൈസാണ് വെച്ചാൽ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. നേരത്തേക്ക് കണക്കാക്കി ഇതിന് കഴുകിയെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ബീഫാൻ കുറച്ചും കൂടെ ഒന്ന് വെന്ത് വരാനുണ്ട്. ഉള്ളിയൊക്കെ വേകാനുണ്ട്. ഒരു 10-15 മിനിറ്റ് ഇനിയും ഇരിക്കണം. അപ്പോഴത്തേക്ക് വറ്റി വരും. ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. എന്താ വഴണ്ട് വന്നിട്ടുണ്ട്. മസാല ഒക്കെ പിടിച്ച് ഒരു 10 മിനിറ്റും കൂടെ കിടന്നിട്ട് നമുക്ക് ഇറക്കി മാറ്റാം. അത് ചോറിന് റെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ റെഡിയായിട്ട് നമുക്ക് രണ്ടും പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഞാൻ കാണിക്കാം. ബീഫ് റെഡിയായി, നല്ല വരണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, റെഡിയായി. ഇനി ബീഫ് വരട്ടിയത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ചോറും കൂടെ കഴിച്ച് നോക്കിയിട്ട് പറയാം. അതിന് ചോറും കൂടെ റെഡിയാവുന്നത് വെയിറ്റ് ചെയ്യാം. അങ്ങനെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് പാത്രത്തിലോട്ട് മാറ്റി ബീഫ് കുറച്ച് ചോറെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്. അവിടെ കുക്ക് ചെയ്യുന്നതിൻ്റെ വേറെ ഒരാൾ കുക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ഒരു കഷ്ണം ബീഫ് എടുത്ത് ചോറിലോട്ട് വെച്ച് വീഡിയോ താഴ്ത്തി കാണിക്കാൻ പറ്റുന്നില്ല, ഇതാണ് കഴിച്ച് നോക്കാം. രസമുണ്ട്, നന്നായിട്ടുണ്ട്. ഒരു സന്ദേശം കൊണ്ട് എടുത്ത് ഇതാണ് ഏറ്റവും കൂടെ ബീഫ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല പുരട്ടി സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവരും പറ്റുമെങ്കിൽ ഇത് സിമ്പിളായിട്ടുള്ള കറിയാണ്. ചിലർ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്, ഞാനൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും വീഡിയോകൾ വീണ്ടും വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരും. Goodbye.